നല്ല ഭംഗിയുള്ള ഒരു സക്കുലൻറ്റ് പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഗോൾഡൻ സെഡം പ്ലാന്റ് എന്നാണ് ഈ ഒരു പ്ലാന്റിന് കോമൺ ആയിട്ട് പറയുന്നത്. നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ സക്കുലൻറ്റ് പ്ലാന്റ്സ് പറയും. ഒരുപാട് തരം സക്കുലൻറ്റ് പ്ലാന്റുകൾ ഉണ്ടല്ലോ. ഇത് നമുക്ക് ഒരിക്കൽ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ തന്നെ നമുക്ക് എല്ലാ കാലവും വളർത്തിയെടുക്കാൻ പറ്റും. സാധാരണ രീതിയിൽ പല സക്കുലൻറ്റ് പ്ലാന്റുകളും കുറച്ച് മഴ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞു പോവും. നമ്മൾ വെള്ളം കൊടുക്കാതിരുന്നാലും അതിങ്ങനെ ഭയങ്കര ഡ്രൈ ആയ പോലെയായിട്ട് ലീഫുകൾ വരും. അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് സാധാരണക്കാർക്കൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു സക്കുലൻറ്റ് പ്ലാന്റ് ആണ് ഈ കാണുന്ന ഗോൾഡൻ സെഡം പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലീഫുകളൊക്കെ കണ്ടോ, ഇങ്ങനെ ഭയങ്കര തിക്കാണ്. ആ തിക്കായിട്ടുള്ള ലീഫുകളിൽ നിറയെ തന്നെ വെള്ളം അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലുള്ള ഒരു ലീഫുകളാണ്. എന്നാൽ പോലും ഇതിന് നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കുക തന്നെ വേണം. നനവ് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു തരം സക്കുലൻറ്റ് പ്ലാന്റ് ആണ് ഈ കാണുന്നത്. അത് നനച്ചിട്ടില്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അതിൽ പുതിയ പുതിയ ഇലകൾ നന്നായിട്ട് വരില്ല. ഈ പ്ലാന്റിന് നമ്മൾ നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഓരോ ലീഫുകൾക്കും നല്ലൊരു റെഡിഷ് ഷെയ്ഡ് പോലെ വരും. അതേസമയം നമ്മളിത് ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു ഗ്രീനിഷ് കളറിലിരിക്കണത്. മഴ കൊള്ളാണ്ട് വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ഗ്രീൻ കളറ് ഷെയ്ഡാണ് അതിന് വരിക. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ആണെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. ഇതിൻ്റെ ഈ വരുന്ന ഈ ലീഫുകളുണ്ടല്ലോ, ഓരോ ലീഫുകൾ നമുക്ക് കുഴിച്ചിട്ടിട്ട് നമുക്ക് പുതിയൊരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അത് പക്ഷേ ഒരു പ്ലാന്റ് വലുതായി വരാനായിട്ട് കുറച്ചധികം സമയമെടുക്കും. അതുകൊണ്ട് നമ്മളിത് നോർമലി ഞാനിതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ടാണ് പുതിയ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാറുള്ളത്. ഇനി കട്ടിങ്സ് അല്ല, ലീഫ് ഇതിൻ്റെ ചട്ടിക്കകത്തൊക്കെ ഇങ്ങനെ വീണ് കിടക്കുമല്ലോ, അതൊക്കെ തന്നെ മുളച്ചിട്ട് അതിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടായിട്ട് വരും. അപ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഗാർഡനിൽ നല്ല ഗ്രീനിഷ് കളർ നിലനിർത്താനും എല്ലാം പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു സക്കുലൻറ്റ് പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഞാനിത് ഹാങ്ങിങ് പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇതെല്ലാം ഇങ്ങനെ താഴോട്ട് വളർന്നു വരുന്നതുകൊണ്ട് ഇത് ഹാങ്ങിങ് പോട്ടിലല്ലാണ്ട് വെക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴോട്ട് വരുന്ന ആ സ്റ്റെമ്മുകളൊക്കെ തന്നെ ഇങ്ങനെ കട്ടായി പോവും. ഒന്നുകിൽ നമുക്ക് ഏതെങ്കിലും ഒരു കുറച്ച് വലിയൊരു പോട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഹൈറ്റിൽ സെറ്റ് ചെയ്തിട്ടൊക്കെ വെക്കാം. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഹാങ് ചെയ്തിട്ട് വളർത്താം. ഞാൻ മുൻപൊരു വീഡിയോ ഇതിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതുപോലെ അത് ഒരു പോട്ടിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. പല സക്കുലൻറ്റ് പ്ലാന്റുകളും, ഒരുപാട് സക്കുലൻറ്റ് പ്ലാന്റുകൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് പലതും തന്നെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗോൾഡൻ സെഡം പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനും വാട്ടറിങ്ങും ഒക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം.